السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يا شهداء ومانور أعيننا بعونكم وأغيثونا بغوثكم وانظروا إلينا بنظر عنايتكم. قوموا على حوائجنا. خذوا بأيدينا. خذوا بأيدينا يا شهداء الله. خذوا بأيدينا يا شهداء الله. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ആദരവ് നിറഞ്ഞ കാരണവന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, സർവശക്തനായ അല്ലാഹു ഓമാനൂർ ശുഹദാക്കളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ഓൺലൈൻ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. ഇതിൽ പങ്കെടുത്ത് ജവാബ് ചൊല്ലുകയും ദുആക്ക് ആമീൻ പറയുകയും ഇവിടെ നടക്കുന്ന പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലാഹു അവരെയും നമ്മെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കത്തിന് വേണ്ടി ശുഹദാക്കളെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മൊത്തം ശുഹദാക്കളെപ്പറ്റി ഓർമ്മപ്പെടുത്തിയത് ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി ശത്രുക്കളോട് പടപൊരുതി രക്തസാക്ഷികളായ ആളുകളെപ്പറ്റി അവര് മരണപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോവരുത്. അവർ മരണപ്പെട്ടവർ അല്ല. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരുടെ റബ്ബിന്റെ പക്കൽ നിന്ന് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശുഹദാക്കളുടെ മഹത്വം പറഞ്ഞ് വിശുദ്ധ ഖുർആനിലും തിരുവചനത്തിലും നമുക്ക് ധാരാളം ധാരാളം കാണാനും കേൾക്കാനും കഴിയും. ഓമാനൂർ ശുഹദാക്കളെ പറ്റി പറയുമ്പോൾ കേവലം 3 ആളുകളാണ് ഒരു വലിയ ജനസംഖ്യയോട് പടപൊരുതിയത്. കുഞ്ഞാലി, മുഹയ്യിദ്ദീൻ, കുഞ്ഞിപ്പോക്കർ റളിയല്ലാഹു അൻഹും അവരാണ് ഈ ധീര യോദ്ധാക്കൾ. കുഞ്ഞാലി എന്ന കുഞ്ഞാലി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങന്മാരുടെ മക്കളാണ് മുഹയ്യിദ്ദീനും കുഞ്ഞിപ്പോക്കറും റളിയല്ലാഹു അൻഹുമ. 2 പെങ്ങന്മാരുടെ മക്കളാണ്.
മുഹീദ്ദീൻ ഒരു പെങ്ങളുടെ മകൻ, കുഞ്ഞിപ്പോക്കർ മറ്റൊരു പെങ്ങളുടെ മകൻ. എന്താണ് ഈ ഒരു യുദ്ധത്തിന് കാരണമായത്? തിരൂര്. ഞാൻ ഈ സംസാരിക്കുന്നത് വലിയ പറപ്പൂർ എന്ന പ്രദേശമാണ്. തിരുനാവായക്കടുത്തുള്ള വലിയ പറപ്പൂർ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരം നടത്തുന്നത്. തിരൂരി എന്ന് പറയുമ്പോൾ ഈ ഭാഗമൊക്കെ പെടും. തിരൂരിൽ നിന്ന് നായർ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കാരണം അല്ലാഹു അഅലം. അദ്ദേഹം പല നാടുകൾ ചുറ്റിക്കറങ്ങി അദ്ദേഹം ബിംബനൂർ എന്ന സ്ഥലത്തെത്തി. കുണ്ടോട്ടിക്കടുത്തുള്ള ബിംബനൂർ എന്ന സ്ഥലം ഇന്ന് ഓമാനൂർ എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. നേരത്തെ ബിംബനൂർ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ബിംബങ്ങളെ ആരാധിച്ചിരുന്ന നാടായിരുന്നു അത്. ഈ ബിംബനൂർ എന്ന സ്ഥലത്തേക്ക് തിരൂരിൽ നിന്ന് പുറത്താക്കപ്പെട്ട, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ വ്യക്തി എത്തി. ആരാരും സ്വീകരിക്കാനും ആരാരും ഭക്ഷണം കൊടുക്കാനും ആരാരും വെള്ളം കൊടുക്കാനും ഇല്ലാതെ ഇദ്ദേഹം ദാഹിച്ചും ഭക്ഷണം കഴിക്കാതെ വിശന്നും ക്ഷീണിച്ച് തളർന്ന് ഒരു ഗതിയുമില്ലാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഷഹീദിനെ കണ്ടപ്പോ കുഞ്ഞാലി ഷഹീദ് ഈ മനുഷ്യൻ അന്യമതസ്ഥനാണെങ്കിലും അന്യനാട്ടുകാരനാണെങ്കിലും ഇദ്ദേഹത്തിനൊരു മാനുഷിക പരിഗണന കൊടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസം ഒരുക്കി, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു. ശത്രുക്കളിൽ പലരും ഇതറിയുകയും ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഷഹീദിന്റെ വീട്ടിൽ നിന്ന് ഈ മനുഷ്യനെ പുറപ്പെടുവിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഷഹീദിന്റെ മുന്നിൽ ഇവരുടെ തന്ത്രങ്ങളൊന്നും വിലപ്പോവാതെ ഇവർ മടങ്ങേണ്ടി വന്നു. പക്ഷേ ഇത് അവർക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഷഹീദിനോടും മുസ്ലിമീങ്ങളോടും ദേഷ്യവും വിദ്വേഷവും വർഗീയതയും ഉണ്ടാക്കാൻ, അവരുടെ ആളുകൾക്കിടയിൽ പടർത്താൻ ഒരു കാരണമാക്കിയെടുത്തു. അതിനിടയിലാണ് ചെറുപ്പ എന്ന സ്ഥലത്തിനടുത്ത പള്ളിക്കുന്ന്, അവിടെ ഒരു സ്ത്രീ, അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ച് ഹലീമ എന്ന പേര് സ്വീകരിക്കുന്നത്. സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചതാണ്. ആരും ഈ സ്ത്രീയെ നിർബന്ധിച്ചിട്ടില്ല. അമ്മാളു അമ്മ എന്നാണ് അവരുടെ പേര്. സ്വമേധയാ മതത്തിലേക്ക് വന്ന ഈ പെണ്ണിനെ ബലാത്കാരമായി ഇസ്ലാം മതത്തിൽ നിന്നും അവരുടെ മതത്തിലേക്ക് തന്നെ അവർ മാറ്റുകയുണ്ടായി. ഇതോടുകൂടെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ നീങ്ങാനും
മുസ്ലിമീങ്ങളെ നാമാവശേഷമാക്കാനും ഇവർ തീരുമാനിച്ച് അവര് അന്നത്തെ ഭരണാധികാരിയായ സാമൂതിരി രാജാവിനെ പോയി കാണുകയും സാമൂതിരി രാജാവ് മുസ്ലിമീങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാനും മതങ്ങൾക്കിടയിൽ ഭിന്നതയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ ഇന്ത്യ രാജ്യം മതേതര രാജ്യമാണ്, എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, ആരുമാരും ഒരു മതക്കാർ മറ്റൊരു മതക്കാരെ ആക്രമിക്കാനും വകവരുത്താനും നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുകയും ഇവർ നിരാശരായി രാജാവിന്റെ മുന്നിൽ നിന്ന് മടങ്ങി. മന്ത്രിയെ പോയി കണ്ട് മന്ത്രി രാജാവിന്റെ മുന്നിൽ റെക്കമെൻഡേഷൻ ചെയ്യാമെന്ന് പറയുകയും വീണ്ടും സാമൂതിരി രാജാവിന്റെ അടുക്കലേക്ക് ചെന്ന് മന്ത്രിയുടെ റെക്കമെൻഡേഷനും വന്നപ്പോ സാമൂതിരി രാജാവ് അപ്പോഴും വഴങ്ങിയില്ല. മതങ്ങൾക്കിടയിൽ സംഘട്ടനം പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു. ഇവർ രാജാവിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു പോന്നെങ്കിലും ഇവര് ശത്രുക്കളിൽ ചിലര് അവര് ഒരു പന്നിയെ പിടിച്ചു കൊന്ന് പള്ളിയിൽ എറിയുകയാണ് ചെയ്തത്. ഒരു പന്നിയെ പിടിച്ച് കൊന്ന് പള്ളിയിൽ എറിഞ്ഞു. മുസ്ലിമീങ്ങളെ ഒരു പോരാട്ടത്തിലേക്ക് നയിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മുസ്ലിമീങ്ങൾ വളരെ വിരളമായ ആ കാലഘട്ടത്തിൽ അവർ ക്ഷമിക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. സംഘട്ടനത്തിനൊന്നും ഇതിന് പ്രതികാരം ചെയ്യാനൊന്നും മുസ്ലിമീങ്ങൾ പോയില്ല. ശേഷം ശത്രുക്കൾ ചെയ്തത് ഒരു പശുവിനെ പിടിച്ച് കൊന്ന് അതിന്റെ തല അവരുടെ ആരാധനാലയത്തിൽ നാട്ടി. അവരുടെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളെയും അവരിലൊക്കെയും വർഗീയതയും വിദ്വേഷവും കുത്തിവെക്കാനായിരുന്നു ഈ നീചകൃത്യം ശത്രുക്കൾ ചെയ്തത്. ഇത് മുസ്ലിമീങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്തു. പല ചർച്ചകളും പല കോലാഹലങ്ങളും പല അപശബ്ദങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും നടക്കുന്നതിനിടയിൽ അവരെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ഉറഞ്ഞു തുള്ളി അവൻ പ്രഖ്യാപിക്കുകയാണ്, മുസ്ലിമീങ്ങളെ ഈ നാട്ടിൽ നിന്ന് സമൂലമായി മാറ്റിയിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുകയും ചെയ്തപ്പോ മുസ്ലിമീങ്ങൾ അംഗത്തിൽ കുറവായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പോയില്ല. അവർ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ വിവരങ്ങളൊക്കെയും ഓമാനൂരിൽ താമസിക്കുന്ന കുഞ്ഞാലി മുഹിയുദ്ദീൻ കുഞ്ഞിപ്പോക്കർ അറിഞ്ഞപ്പോ സത്യമന്വേഷിക്കാൻ വേണ്ടി ചെറുപ്പയിലേക്ക് വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വിഷയത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും
വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ അള്ളാഹുവിന്റെ ഭവനമായ പള്ളി, ആ പള്ളി തീയിട്ട് നശിപ്പിച്ചിട്ട് പോലും ഒരാളും അതിനെതിരെ വിരലനക്കാനില്ലാത്തതിലുള്ള സങ്കടവും ദുഃഖമൊക്കെ കാരണം കരഞ്ഞുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഒമാനൂരിലേക്ക് പോന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ മുസ്ലിമായ ഒരാളെ ജോലിക്ക് വിളിക്കുകയും അദ്ദേഹം പറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഒരു വർഗീയവാദി വന്ന് ഈ മുസ്ലിമായ മനുഷ്യനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ മൊത്തം വളരെ മോശമായി ചിത്രീകരിച്ച് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തി സംസാരിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ജോലി ആയുധം കൊണ്ട് ഇദ്ദേഹത്തിനെ നേരിട്ടു. അങ്ങനെ ഇതിന്റെ പിന്നിൽ ഇനി എന്തൊക്കെയായിരിക്കും വരാ എന്ന് പേടിച്ച് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ വർഗീയവാദിയുടെ കൈ പൊട്ടിപ്പോയി. അങ്ങനെ അവരെല്ലാവരും സംഘടിക്കുകയും ചെറുപ്പയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾക്കകലെ ഓമാനൂരി എന്ന പ്രദേശത്തേക്ക് അവർ വരികയാണ്. എത്രയോ കിലോമീറ്ററുകൾ അകലുണ്ട്. പക്ഷേ ഈ ഓമാനൂർ എന്ന പ്രദേശത്തേക്ക് ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞാലി മുഹീദ്ദീൻ കുഞ്ഞിപ്പോക്കർ റളിയല്ലാഹു അൻഹും അവരൊന്നും ചെയ്തിട്ടില്ല. നിരപരാധികളായ ഈ 3 പേരെ കൊള്ളയാണ് ശത്രുക്കൾ വരുന്നത്. ഈ വിവരം കുഞ്ഞാലി എന്ന ഈ കൂട്ടത്തിലുള്ള സയ്യിദ് ശുഹദാ ഇന്ന് എങ്ങനെയോ കിട്ടി. അവര് തന്റെ ഭാര്യയോട് പറഞ്ഞു, രക്ഷയില്ല, ശത്രുക്കൾ എന്നെ തെരഞ്ഞു പിടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നീ കുട്ടികളുമായി നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. എന്റെ രക്ഷക്കും എനിക്ക് രക്തസാക്ഷിത്വം ലഭിക്കുന്നതിനും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിനും നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഭാര്യയെയും കുട്ടികളെയും കുഞ്ഞാലി ഷഹീദ് യാത്രയാക്കുകയാണ്. അവര് പോയതിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഷഹീദ് വുളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു, കൈമലർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി. അതിനിടയിൽ കുഞ്ഞിപ്പോക്കർ ഈ വിവരം അറിയുകയും അദ്ദേഹം തന്റെ ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മാന്റെ കവിടത്ത് ചുംബനം കൊടുത്തുകൊണ്ട് പറയാണ്, ഉമ്മ, ശത്രുക്കൾ അവിടുത്തെ ആങ്ങളയെ, എന്റെ അമ്മാവനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അവർ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് അവർ മുസ്ലിമീങ്ങളെ നാമാവശേഷമാക്കാൻ വരുന്നത്. ഇനി അടങ്ങി നിൽക്കാൻ പറ്റില്ല ഉമ്മ, എന്നെ യുദ്ധത്തിന് സമ്മതിക്കണം. പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, മോനെ, നീ ഒരു യുദ്ധപ്രായക്കാരനല്ല, നിനക്ക് 15 വയസ്സുള്ളൂ. ഞാനാണെങ്കിൽ വളരെയേറെ പ്രായം ചെന്ന ഒരാളാണ്. നിന്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്നെ ഞാൻ വളർത്തിയത്. എനിക്ക് വാർദ്ധക്യമാകുന്ന സമയത്ത് നിന്റെ രക്ഷയാണ് ഞാൻ ഇതുവരെ കാംക്ഷിച്ചത്. അതെനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മോൻ പോവരുത്. ആ സമയത്ത് കുഞ്ഞിപ്പോക്കർ പറഞ്ഞു, ഉമ്മ,
നിങ്ങളുടെ ഷഖീഖായ അഖ്, ഉമ്മയും ബാപ്പയുമൊത്ത സഹോദരൻ, ആ സഹോദരനെ വധിക്കാനാണ് ശത്രുക്കൾ വരുന്നത്. ഒരാള് പോലും നിങ്ങളുടെ ആങ്ങളക്ക് എന്റെ അമ്മാവന് സമീപമില്ല, എന്റെ അമ്മാവന്റെ അവസ്ഥ ഉമ്മയൊന്ന് ആലോചിച്ചു നോക്ക്. ഇത് പറഞ്ഞ് വീണ്ടും ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കവിടത്ത് ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് സമ്മതം തരണം, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. ഇതും പറഞ്ഞ് ഉമ്മയോട് പൊരുത്തം വാങ്ങി. ഉമ്മ പൊരുത്തം കൊടുത്ത് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എന്റെ കുഞ്ഞിന് നീ ഷഹാദത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം കൊടുത്ത് ദുആ ചെയ്തു കൊടുത്ത് സന്തോഷത്തോടെ യാത്രയാക്കി. കുഞ്ഞിപ്പോക്കർ അമ്മാവൻ കുഞ്ഞാലിയുടെ വീട്ടിലെത്തി. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ വീട് വളഞ്ഞു. അവർ അസഭ്യങ്ങളും അശ്ലീലവാക്കുകളും വേണ്ടാത്തരങ്ങളും വിളിച്ചുകൂവി. രണ്ടുപേരും വീട്ടിൽ ഒതുങ്ങി നിന്നു. വാതില് തുറക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയം അവരിലേക്ക് നോക്കിയിട്ട് കുഞ്ഞാലി പറഞ്ഞു, കുഞ്ഞാലി ഷഹീദ് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളെ വീടുകളിലേക്ക് പൊയ്ക്കോളൂ. ഞങ്ങളിവിടെ കുറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ മതമായ യഥാർത്ഥ ദീൻ, ആ ദീനിൽ വിശ്വസിച്ച് ഞങ്ങൾ നല്ല നിലയ്ക്ക് ഇവിടെ ജീവിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് ആരോടും ഒന്നിനും വന്നിട്ടില്ല. ഞങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്, നിങ്ങൾ പൊയ്ക്കോളൂ. ശത്രുക്കൾ അടങ്ങിയില്ല. അവർ വീണ്ടും തെറി വിളിച്ച് വീടിന്റെ പിൻവശത്തിലൂടെ വീടിന് തീയിട്ടു. വീട് ആളിക്കത്തി. ആ സമയം കുഞ്ഞാലിയും കുഞ്ഞിപ്പോക്കരും ഈ ശത്രുക്കൾക്കിടയിലേക്ക് ചാടുകയാണ്. രണ്ടുപേരും ശത്രുക്കളിലേക്ക് ചാടിക്കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിയപ്പോ ആയിരക്കണക്കായി വന്ന ശത്രുക്കൾ ഈ രണ്ട് യോദ്ധാക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പലരും കൊല്ലപ്പെടുകയും ശേഷിച്ചവർ വിരണ്ടോടുകയും ചെയ്യുകയാണ്. ഒരാളെയും കാണുന്നില്ല. എല്ലാവരും ഓടിയിട്ടുണ്ട്. ഈ രണ്ട് യോദ്ധാക്കളും മുഹീദ്ദീൻ എന്ന ആളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. വിരണ്ടോടിയ ആളുകൾ അങ്ങോട്ട് പോയേക്കുമോ എന്ന് പേടിയാൽ മുഹീദ്ദീനിന്റെ വീട്ടിൽ രണ്ടുപേരും എത്തിയപ്പോ മുഹീദ്ദീൻ അവിടല്ല. അങ്ങനെ കുഞ്ഞാലി ഷഹീദ് കുഞ്ഞിപ്പോക്കർക്ക് യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയും ഒന്നുകൂടി പഠിപ്പിച്ചു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോ മുഹീദ്ദീൻ എന്നവർ വന്നു. അവരുദ്ദേശിച്ച പോലെ ശത്രുക്കൾ മുഹീദ്ദീന്റെ വീട് വളഞ്ഞു. അവരോട് തിരിച്ചു പോവാൻ ആവശ്യപ്പെട്ടു. ശത്രുക്കൾ തിരിച്ചു പോവാതെ വന്നപ്പോ ഈ മൂന്ന് യോദ്ധാക്കളും ശത്രുക്കൾക്കിടയിലേക്ക് ചാടുകയും അവർ ധർമ്മ പോരാട്ടം നടത്തി ശത്രുക്കളെ വകവരുത്തി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കളൊക്കെയും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ മുന്നിൽ മൂന്നാളുകൾ, ആ മൂന്നാളുകൾക്ക് മുന്നിൽ ആയിരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഈ മൂന്നാളുകൾക്ക് ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിരുന്നു. അവർ തവക്കുലിലായിരുന്നുണ്ടായിരുന്നത്. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കുമെന്ന്
ഒരൊറ്റ കരുത്തിലാണ് ശത്രുക്കളിലേക്ക് അവർ ചാടിയത്. പരാജയപ്പെട്ടു ശത്രുക്കള്. അങ്ങനെ അവര് 3 പേരും ചർച്ച ചെയ്തു. ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ചർച്ച, നമുക്ക് ഷഹാദത്ത് വേണം. അങ്ങനെ അവർ ചർച്ച ചെയ്ത് ആ ചർച്ചക്കൊടുവിൽ തീരുമാനമായത്, ഇനി നമ്മൾ 3 പേരും ഒരുമിച്ച് യുദ്ധം വേണ്ട, നമ്മൾ ഓരോരുത്തരും പടർക്കളത്തിലേക്ക് ഇറങ്ങാം, ശത്രുക്കളെ വെല്ലുവിളിക്കുക, അവരെ കൂട്ടത്തിൽ ഒരാൾ വരിക, അവനോട് യുദ്ധം ചെയ്യാം. ശേഷം 2 ആളുകളെ വെല്ലുവിളിക്കുക, അവരോട് യുദ്ധം ചെയ്യാം. ശേഷം ഒരു കൂട്ടം ആളുകളെ വെല്ലുവിളിക്കുക, അവരോട് യുദ്ധം ചെയ്യാം. ഈ ഒരു തീരുമാനത്തിലെത്തി മുഹീദ്ദീൻ എന്നവർ ആദ്യമായി വെല്ലുവിളി നടത്തുകയാണ്. ശത്രുക്കൾ വീണ്ടും വന്നപ്പോ അങ്ങനെ അവരെ കൂട്ടത്തിൽ ഒരാൾ വന്നു, അവനെ വധിച്ചു കളഞ്ഞു. 2 ആളുകൾ വന്നു, അവരെയും വധിച്ചു കളഞ്ഞു. ഒരു കൂട്ടം ആളുകൾ വന്നപ്പോ അവരോട് ദീർഘനേരത്തെ പോരാട്ടത്തിനൊടുവിൽ ദുൽഹിജ്ജ 7 അന്ന് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കുന്ന സമയം, ജുമായുടെ സമയത്ത് മുഹീദ്ദീൻ ഷഹീദ് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുകയാണ്. ശേഷം കുഞ്ഞാലി എന്ന സയ്യിദു ശുഹദാ ഇതേപോലെ ഒരാളെ വെല്ലുവിളിച്ചു, അവനെ വകവരുത്തി. 2 ആളെ വെല്ലുവിളിച്ചു, അവനെ വകവരുത്തി. ഒരു കൂട്ടം ആളുകളെ വെല്ലുവിളിച്ച് ധീര പോരാട്ടത്തിനൊടുവിൽ കുഞ്ഞാലി ഷഹീദും അസുറിന്റെ സമയത്ത് രക്തസാക്ഷിത്വം വഹിച്ചു. ശേഷം കുഞ്ഞിപ്പോക്കർ 15 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ അമ്മാവൻ കുഞ്ഞാലി എല്ലാ പൊരുത്തവും കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ പ്രാർത്ഥനയും ആ മാതാവിന്റെ പൊരുത്തവും ഈ കുഞ്ഞിപ്പോക്കർ എന്ന ചെറിയ പ്രായക്കാരനെ ഒരു വലിയ യോദ്ധാവിന്റെയും വലിയ ധൈര്യത്തിന്റെയും ഉടമയാക്കി മാറ്റി. ഒരാളെ വെല്ലുവിളിച്ച് അവനെ വകവരുത്തി, 2 ആളെ വെല്ലുവിളിച്ച് അവനെ വകവരുത്തിയതിന് ശേഷം വലിയ ഒരു സമൂഹത്തോട് ദീർഘനേരത്തെ പോരാട്ടത്തിനൊടുവിൽ ശത്രുക്കൾ പലതരത്തിലുള്ള അടവുകളും പയറ്റി. പക്ഷേ കുഞ്ഞിപ്പോക്കര മുന്നിൽ അതൊക്കെയും വിഫലമായി. കുഞ്ഞിപ്പോക്കരുടെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ശത്രുക്കൾ അവരുടെ വാളിനിങ്ങനെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കരുടെ ശരീരത്തിലേക്ക് അമ്പ് ചെയ്ത് ബഹുമാനപ്പെട്ടവർ വീണപ്പോ ശത്രുക്കളെയൊക്കെയും ആർത്തി ചിരിച്ചുകൊണ്ട് കുഞ്ഞിപ്പോക്കരുടെ മുന്നിലേക്ക് അവർ കൂട്ടം കൂടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർ ആ അമ്പ് ശരീരത്തിൽ നെഞ്ചിന്റെ താഴെ അതേറ്റ് പെടയേണ്ടവന കുഞ്ഞിപ്പോക്കർ എന്ന ഷഹീദ് തന്റെ കയ്യിലുള്ള വാളുകൾ ആ വാളൊന്ന് ചുയറ്റി വീശിയപ്പോൾ ശത്രുക്കൾ പേടിച്ചമ്പരന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർക്ക് നേരെ ചെല്ലാൻ ധൈര്യമില്ലാതെ അവർ ആ സ്ഥലത്തു നിന്നും സ്ഥലം വിടുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർ ഷഹീദ് മഗ്രിബ് വാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരും രക്തസാക്ഷിയായി. സുബ്ഹാനല്ലാഹ്. ഈ 3 ശുഹദാക്കൾ അവർ നിലനിൽപ്പിന് വേണ്ടി ഒരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോയതല്ല. എത്രയോ 8 കിലോമീറ്ററോളം അകലെ നിന്നും ശത്രുക്കൾ അവരിലേക്ക് വന്ന് അവരെ വീട് കത്തി നശിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പടപൊരുതേണ്ടി വന്നു. അവര് രക്തസാക്ഷികളാവേണ്ടി വന്നു.
അള്ളാഹുവിനോട് നേരത്തെ ഷഹാദത്ത് ചോദിച്ചതുകൊണ്ട് അവർക്ക് ഷഹാദത്ത് കിട്ടി, അവർ രക്തസാക്ഷികളായി. പ്രിയപ്പെട്ടവരെ, ഓമാനൂർ ശുഹദാക്കൾ അവര് വല്ലാത്ത മഹത്വമുള്ള ആളുകളാണ്. കുണ്ടോട്ടി വലിയങ്ങാടി ജുമുഅത്ത് പള്ളി, ആ ജുമുഅത്ത് പള്ളിക്ക് സമീപമാണ് ഈ ശുഹദാക്കൾ കിടക്കുന്നത്. അവരിപ്പോഴും വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഈ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ നിയന്ത്രണങ്ങളൊക്കെയും ഇപ്പോഴുണ്ട്. എന്റെ വന്ദ്യരായ ഉസ്താദ് ടി ഉസ്താദ്, അവിടുത്തെ ആണ്ടിന്റെ ദിവസം കൂടിയാണെന്ന്. അള്ളാഹു അടുത്ത ദറജയേറ്റി കൊടുക്കട്ടെ. 16 വർഷങ്ങൾക്ക് മുമ്പ് മിനാഭൂമിയിൽ വെച്ച് തെൽബിയത്ത് ചൊല്ലി ശേഷം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ് വഫാത്തായ മഹാനാണ് ടി ഉസ്താദ്. അവിടുത്തോടൊന്നിച്ച് അള്ളാഹു നമ്മെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ടി ഉസ്താദ് കുണ്ടോട്ടി പഴയങ്ങാടി ജുമുഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് ദർസിലുള്ള ഒരു മുത്തഅല്ലിമിന് കാര്യമായ അസുഖം. പല ഡോക്ടർമാരെയും പല ആത്മീയ ചികിത്സകരെയും സമീപിച്ചെങ്കിലും കുട്ടിയുടെ രോഗം സുഖപ്പെടുന്നില്ല. അവസാനം ടി ഉസ്താദ് അവിടുത്തെ ഖത്തീബ് കൂടിയായ ഷാഫി മുസ്ലിയാരുമായി സംസാരിച്ച് അവര് പറഞ്ഞു, നമ്മള് ഓമാനൂർ ശുഹദാക്കളെ ഹദറത്തിൽ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും ഈ കുട്ടിയെ ചികിത്സക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് നമ്മളെ മുന്നില് ഈ ശുഹദാക്കൾ ഉണ്ടല്ലോ, അവരെ കൊള്ള നമുക്ക് പോകാം എന്ന് തീരുമാനിച്ച് നട്ടപ്പാതിര നേരത്ത് ദർസിലുള്ള മുത്തഅല്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഉസ്താദും ഈ ഷാഫി മുസ്ലിയാരും ഓമാനൂർ ശുഹദാക്കളുടെ മഖബറക്ക് ചുറ്റും വന്ന് സിയാറത്ത് ചെയ്ത് യാസീൻ ഓതി അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, ഇതങ്ങോട്ട് ഓതുന്ന സമയത്ത് ഈ കുട്ടി വീണുപോയി. യാസീൻ പൂർത്തിയാക്കി സിയാറത്ത് കഴിഞ്ഞപ്പോ ഈ കുട്ടി എഴുന്നേറ്റു. കുട്ടിക്കൊരു അസുഖവുമില്ല, കുട്ടിക്ക് യാതൊരു അസുഖവുമില്ല. പിന്നെ ജീവിതത്തിൽ അത്തരമൊരു ബുദ്ധിമുട്ട് ആ കുട്ടിയിൽ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ മനസ്സിലാക്കണം, ശുഹദാക്കൾ വളരെയേറെ ദറജയുള്ളവരാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് മുക്കം കരീം ഉസ്താദിനെ മദീന എയർപോർട്ടിൽ വെച്ചുകൊണ്ട് കാണുകയും 1 മണിക്കൂറിലധികം സമയം മുക്കം കരീം ഉസ്താദുമായി ഈ വിനീതൻ സംസാരിച്ചപ്പോ എന്റെ ചില്ലറ വിഷയങ്ങൾ കരീം ഉസ്താദിന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ കരീം ഉസ്താദ് പരിഹാരമാർഗമായി എന്നോട് പറഞ്ഞത് ഓമാനൂർ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാണ്. എന്നിട്ട് ആ ഓമാനൂർ ശുഹദാക്കളുടെ മഹത്വവും അവര് ഈ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും ചെറിയ തോതിൽ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വളരെ മുമ്പേ ഓമാനൂർ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്റെ നാട്ടിൽ ചെറുപ്പം മുതലേ ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ച നടക്കാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ കാണുന്ന കാഴ്ച, അന്യമതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ നേർച്ചയുടെ ഭക്ഷണം വാങ്ങാൻ വരുന്നതാണ്. ആ ശുഹദാക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്, എല്ലാ മതസ്ഥർക്കും പ്രിയപ്പെട്ടവരാണ്. ഈ രൂപമാണ് എല്ലാ നാട്ടിലും, നമ്മുടെ ഈ വലിയ ബർപ്പൂർ എന്ന പ്രദേശത്തും ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഓമാനൂർ ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി റാഹത്തും സന്തോഷവും സമാധാനവും നമുക്കൊക്കെയും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.